സ്വപ്പ താമസിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരാളുണ്ട്, ഒരു ആക്ടറുണ്ട്, മിസ്റ്റർ റിയാസ് ഖാൻ. കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ. മോളെ KCB വെച്ചേ മിക്കവാറും TV കാണാം. അദ്ദേഹം ഇതുപോലെ എന്റെ ഒരു ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ എങ്ങനെ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു. രണ്ടും കൽപ്പിച്ച് എന്റെ ഇഷ്ടം ഗൗരിയോട് ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞാലോ? ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും. ഒരു ഫോൺ കോൾ മാത്രമാണ്, അതിനുശേഷം അയാളെ പൊടി പോലും ഇല്ല. അവൾക്ക് എന്നോട് താല്പര്യമില്ലാതെ വരുമോ? അത് ഉറപ്പല്ലേ താല്പര്യമില്ല എന്നുള്ളത്. മച്ച എന്ത് പിണ്ണാക്ക് കാണിച്ചിട്ട് അവൾക്ക് താല്പര്യം ഉണ്ടാവാൻ? വന്നിട്ട് ഇയാള് വൃത്തികേട് ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ? ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? മച്ചാടെ കാര്യം കട്ട പോകട്ടോ. നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ്? ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. ശരിക്കും മേലിൽ സ്ത്രീകളോട് ഇത്രയും മോശമായിട്ട് സംസാരിക്കരുത്. മേലാൽ ഇത് ആവർത്തിക്കരുത്. കഴിഞ്ഞിട്ട് ഹി വാസ് സേയിങ് ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിലെ 9 ഡേയ്സിനുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാ മതി. ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അമ്മായി ഫിഷ് ഫ്രൈ. അപ്പൊ ഇത് കേസാവോ? അറിഞ്ഞ ഞാൻ ഇതിന് കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടി ചായം കൊടുക്കില്ലേ? ആ ഈ ജോസ് കൊടുക്കില്ലേ? ഞാനോ? നീയും കൊടുക്കും.